ഇടുക്കി മൂന്നാർ തോട്ടം മേഖലയിൽ പുലിയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വളർത്തുമൃഗങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വലുതാണ്. പെരിയവാരയിലും കന്നിമലയിലും നൈമക്കാടും അടക്കമുള്ള പ്രദേശങ്ങളാണ് വ്യാപകമായി പുലിയും കടുവയെല്ലാം ആളുകൾ നേരിട്ട് കണ്ടത്. തൊഴിലാളികളാണ് നേരിട്ട് കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നേശമയുടെ 2 പശുക്കളാണ് കടുവ ആക്രമിച്ചു കൊന്നത്. പിന്നീട് ബാക്കിയുള്ള അവശിഷ്ടവും വൈകുന്നേരത്തോടെ കടുവ ഭക്ഷിക്കുകയായിരുന്നു. ഇത് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഏതായാലും തൊഴിലാളികൾ നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ 2 പശുവിനെ പുലി കൊന്നു. ഇന്നലെ വൈകിട്ടാണ് വീണ്ടും അത് മാംസം കഴിക്കാൻ വന്നപ്പം എല്ലാവരും കണ്ടത്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ബാക്കിൽ നോക്കാം, കാട്ടുപോത്തുണ്ട്. പൊതുജനങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്ത് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യവും അതുപോലെ പുലി, കടുവ എന്തൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഡിവിഷനിൽ തന്നെ 6-ൽ-അധികം പശുക്കൾ ഇങ്ങനെ കടുവ കൊന്നു. ഇനി ഇത് പൊതുജനങ്ങളുടെ ജീവിതമാണിത്. ഇവിടെ എസ്റ്റേറ്റ് മേഖലയിൽ കിട്ടുന്ന ശമ്പളമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുമാത്രമല്ല, ചെറിയ ചെറിയ തോട്ടങ്ങളും അതുപോലെ ഈ പശുവൊക്കെ വെച്ചാണ് ഇവരൊക്കെ കഞ്ഞുകുടിയും പിള്ളേരുടെ പഠിത്തമൊക്കെ നടക്കുന്നത്. ഇനി ഇതെല്ലാം ഇങ്ങനെ മറിപ്പോൾ ആരും ചെറിയ ചെറിയ കൃഷികളൊന്നും ചെയ്യുന്നില്ല. ഇനി ഈ പശുവിനും ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഒരു പശു കൊന്നു കഴിഞ്ഞാൽ തന്നെ അവർ പോകുമ്പോൾ തന്നെ 50,000-ലധികമാണ് പൈസ നഷ്ടപ്പെടുന്നത്. ഇന്നലെ 2 പശു എന്ന് പറയുമ്പോൾ 1,00,000-ലധികം. ഇനി അവർ പുതിയത് മേടിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്, നടക്കില്ല. ഇത് വനംവകുപ്പ് ഉടൻ തന്നെ ഈ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു പൊതുജനങ്ങൾ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി തരണം. வேலைக்கு போகிறவங்க ரொம்ப பயந்து தான் போகிறாங்க. அது கடுவா வந்து பிறந்த 2 மாடு இது வரைக்கும் அடிச்சிருக்கு. 2 மாடு இதோட 4 மாடு இன்னமும் அடிச்சிருக்குது. இதனால் அவங்களுக்குள்ள வாழ்வாதாரமும் பாதிக்கப்படுது. சின்ன பிள்ளைங்களுமே கொஞ்சம் கவனமாக தான் அவங்க வச்சுருக்கணும். வந்து கடுவா அங்கேருந்து பார்த்து அது பிடிச்சாலும் பிடிச்சது தான். ஏன்னா வால்பாறை ஏரியாவில் அந்த மாதிரி நடந்திருக்கு. அதனால் அது சர்க்கார் இதுக்கு ஒரு நடவடிக்கை எடுக்கணும். ഏതായാലും തൊഴിലാളികൾ പറയുന്നത് തങ്ങൾക്ക് നഷ്ടമായ അല്ലെങ്കിൽ അർഹമായ ഒരു നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നില്ല. വൈകുന്നേരങ്ങളിൽ ഈ എസ്റ്റേറ്റുകളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോലും ഭയപ്പെടുന്നൊരു കാഴ്ചയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ മേഖലയിലെല്ലാം തന്നെ നിരവധി കടുവകളുടെയും പുലികളുടെയും സാന്നിധ്യമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. நாங்கள் புலி யானை எல்லாம் மிருகத்துக்கு பயந்து தான் இருக்கோம். ஐயா 2-3 மாதத்துக்கு முன்னால் கூட 2 மாட்டை புளி சாப்பிட்டுச்சு. இந்த இப்போ போன வாரத்தில் 2-3 நாள் ஆகலாம். இந்த கிடக்கு காட்டுக்குள்ளே தான் கிடக்கு. நேற்றை கூட வந்து தின்னுக்கிட்டு தான் இருந்துச்சு. நாங்களாம் மாடு வச்சுருந்தோம். இந்த புளி யானைக்கு பயந்துக்கிட்டு தான் மாடை கூட 50,000-க்கு பிடிச்ச மாட்டை வெறும் 15,000-க்கு கொடுத்துட்டு இருக்கோம். இந்த காட்டு வேலைக்கு போகிறத கூட பயந்துக்கிட்டு இருக்கோம். இந்த எப்படி ஜீவனம் பண்ணனே தெரியல. எங்களுக்கு வாழ்வாதாரம் என்ன ஆக போதோ தெரியல. எல்லா வேலைகளுக்கு போய் காட்டில் அட்டை பிடிங்கி வேலையும் செஞ்சுட்டு புலிக்கும் யானைக்கும் பயந்துக்கிட்டு உயிரை கையில் இருந்துக்கிட்டு தான் வேலை செய்யுது. ഏതായാലും പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഈ ബന്ധപ്പെട്ട അധികാരികൾ ആരുമെന്ന് ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഉയരുന്ന ഒരു ആരോപണമുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ കന്നുകാലികൾക്കെതിരെ വ്യാപക അക്രമം ഉണ്ടാവണമെങ്കിൽ തന്നെ വലിയൊരു പ്രതിഷേധത്തിനൊരുങ്ങിയാണ് തോട്ടം മേഖല. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.